ചേരംകുഴി മുരിക്കുംകുണ്ടിൽ കുളത്തിൽ വീണ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. 10 വയസ്സുള്ള സരുണാണ് മരിച്ചത്. ഒരാളെ രക്ഷപ്പെടുത്തി. മഴക്കെടുതി തുടരുന്നു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് ട്രെയിനുകൾ വൈകിയോടുന്നു. സംസ്ഥാനത്ത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കനത്ത കാറ്റിന് സാധ്യതയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 4000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയതായി മന്ത്രി കെ രാജൻ. ശക്തമായ കാറ്റിൽ ജില്ലയിൽ പരക്കെ നാശം. എരുമപ്പെട്ടി മേഖലയിൽ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണു. നെല്ലുവായിൽ മരം വീണ് വീട് തകർന്നു. കല്ലേറ്റുങ്കര പട്ടാളം റോഡിൽ കൂറ്റൻ തേക്ക് മരം കടപുഴകി വീണു. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചേരംകുഴി മുരിക്കുംകുണ്ടിൽ കുളത്തിൽ വീണ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. നീർച്ചാലിൽ വീട്ടിൽ സുരേഷിന്റെ മകൻ 10 വയസ്സുള്ള സരുണാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരനെ രക്ഷപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുന്നു. അഗസ്റ്റിൻ, ചേരംകുഴി മുരിക്കുംകുണ്ടിൽ കുളത്തിൽ വീണ ഒരു കുട്ടി മരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. കുട്ടികൾ ചേരംകുഴി മുരിക്കുംകുണ്ടിൽ നീർച്ചാലിൽ സുരേഷ് എന്ന് പറയുന്ന ടാപ്പിംഗ് തൊഴിലാളിയുടെ 4 മക്കളിൽ ഒരാളാണ് തരുണും തരുണിന്റെ അനിയൻ വരുണും കൂടി അവിടെ കുളത്തിൽ, അധികം ആഴമില്ലാത്തൊരു കുളത്തിൽ കുട്ടിയുടെ നിലവിളി കേട്ട് സമീപവാസികൾ ഓടിയെത്തിയാണ് ഈ കുട്ടികളെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത്. അങ്ങനെ ഈ സരുണെ നേരിട്ട് ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും വരുണെ തൊട്ടടുത്ത് പട്ടിക്കാടുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ആ പ്രാഥമിക ശുശ്രൂഷ നടത്തി ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോവുകയുമായിരുന്നു. എന്നാൽ സരുണിന്റെ നില അതീവ ഗുരുതരമായിരുന്നു. ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഏകദേശം 12:45 കൂടി എത്തിയെങ്കിലും ഉടൻ തന്നെ അടിയന്തര ചികിത്സയ്ക്ക് TPR കൊടുക്കുന്നതിനിടെ കുട്ടിയുടെ ജീവൻ അവർക്ക് രക്ഷിക്കാനായില്ല. അങ്ങനെ കുട്ടി അവിടെ വെച്ച് മരിക്കുകയായിരുന്നു. 10 വയസ്സുള്ള കുട്ടിയാണ് തരുൺ. ഇവർ പാലക്കാട് സ്വദേശികളാണ്. ഇവർ ചേരംകുഴി മുരിക്കുംകുണ്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബമാണ്. 4 കുട്ടികളുള്ള കുടുംബമാണ് ഇവരുടേത്. ഇദ്ദേഹം ടാപ്പിംഗ് തൊഴിലാളിയാണ്. ഒരു കുട്ടിക്ക് മാത്രമാണ് ഇപ്പോൾ അപകടം സംഭവിച്ചത്. മറ്റേ കുട്ടി രക്ഷപ്പെടുത്തിയിരിക്കുന്നതായാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ശരി അഗസ്റ്റിൻ. ചേരംകുഴി മുരിക്കുംകുണ്ടിൽ കുളത്തിൽ വീണ സഹോദരങ്ങളിൽ ഒരു കുട്ടി മരിച്ചിരിക്കുകയാണ്. 10 വയസ്സുള്ള സരുണാണ് മരിച്ചത്. വിവരങ്ങൾ നൽകിയത് അഗസ്റ്റിനാണ്. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ ജില്ലയിൽ 24 മണിക്കൂറിനുള്ളിൽ പെയ്തത് 41.81 മില്ലിലിറ്റർ മഴ. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. നിലവിൽ ജില്ലയിൽ 2 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. ഊരകം ALPS സ്കൂളിലും ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ക്യാമ്പ് തുറന്നിട്ടുള്ളത്. 2 ഇടങ്ങളിലായി 16 പേരാണുള്ളത്. കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ വ്യാപകമായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോടും ആലുവയിലും ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഒരാഴ്ചത്തേക്ക് വ്യാപക മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടർ തുറന്നു. വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. ഷട്ടറുകൾ തുറന്ന സാഹചര്യങ്ങളിൽ ചാലക്കുടി പുഴയുടെ കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരമേഖലയിലുള്ളവർക്ക് മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള തീരവാഹകർക്ക് പ്രത്യേക ജാഗ്രത നിർദ്ദേശിച്ച് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കേണ്ടതാണ്. കനത്ത കാറ്റിലും മഴയിലും മുതുവറ മേഖലയിൽ വ്യാപക നാശനഷ്ടം. പേരാമംഗലം പാറപ്പുറം ദേശത്ത് രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീണ് 2 വൈദ്യുതി പോസ്റ്റ് തകർന്നു വീണു. ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. മഴ കനത്തതോടെ പെരിങ്ങോട്ടുകര കാഞ്ഞാണി റോഡിൽ യാത്രാ ദുരിതം രൂക്ഷമായി. വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി റോഡ് പലതവണയായി വെട്ടിപ്പൊളിച്ചതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം. പലതവണ പൈപ്പിടൽ നടത്തിയ റോഡിൽ കാൽനട പോലും സാധ്യമാകാത്ത നിലയിലാണ്.
പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കുഴിയടക്കൽ നടത്തുമെന്നല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരവും ഇതേവരെ ഉണ്ടായിട്ടില്ല. പൈപ്പ് സ്ഥാപിക്കാനായി കുഴിയെടുത്ത കാനകളിൽ മണ്ണ് നിറയുകയും ചെയ്തതോടെ പലയിടങ്ങളിലും വലിയ തോതിലാണ് വെള്ളമുയർന്നത്. വലിയ കുഴികളിൽ വീണ ഇരുചക്രവാഹന യാത്രികർക്ക് പരിക്ക് പറ്റുന്നതും ഭാരവാഹനങ്ങൾ താഴുന്നതും സ്ഥിരം സംഭവങ്ങളാണ്. മഴയ്ക്ക് മുൻപ് കുഴികളടച്ച് കഴിയാവുന്ന പണികൾ തീർക്കാതിരുന്നത് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരന്റെയും വീഴ്ചയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. കരാർ പ്രകാരമുള്ള ഒരു വ്യവസ്ഥകളും പാലിക്കാതെയാണ് പൈപ്പിടൽ നടത്തുന്നത് എന്ന ആരോപണവും ശക്തമാണ്. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനത്തേക്കാൾ ഇരട്ടി സംഖ്യ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെക്കേണ്ട ഗതികേടിലാണ് തങ്ങളെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. പല പദ്ധതികൾക്കായിട്ട്, ജലപദ്ധതികൾക്കായിട്ട്, കുടിവെള്ള പദ്ധതികളായിട്ട്, അമൃതം പദ്ധതി, കിഫ്ബി പദ്ധതി, ജലനിധി പദ്ധതി, പഞ്ചായത്തുകളുടെ പദ്ധതി, ഇതിനൊക്കെ തന്നെ പല തവണകൾ പൊളിച്ച് കഴിഞ്ഞ 6 വർഷമായിട്ട് ദുരിതത്തിലാണ് ഈ റോഡ്. പക്ഷെ വികസനത്തിനെതിരല്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ പണി കൊണ്ടുവരുമ്പോൾ നിശ്ചിത കാലയളവിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് അത് പ്രായോഗികമാക്കണം. ഇത് വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ ആണ് പറഞ്ഞു വരുന്നത്. വാട്ടർ അതോറിറ്റി പറയും പൊതുമരാമത്തിന് കുറ്റപ്പെടുത്തും, പൊതുമരാമത്ത് ഇതിനെ കുറ്റപ്പെടുത്തും. അങ്ങനെ ഈ കുറ്റപ്പെടുത്തലുകളല്ലാതെ ഇതിന് ഒരു ശാശ്വതമായ നടപടികൾ ഉണ്ടാകുന്നില്ല. 6 കൊല്ലമായി തുടരുന്ന ദുരിതയാത്ര എന്ന് തീരുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. TCV തൃപ്രയാർ. കൊടുങ്ങല്ലൂർ ചന്തപുരയിൽ അടച്ചിട്ട കെട്ടിടത്തിന്റെ മേൽക്കൂരയിലെ ഇരുമ്പ് ഷീറ്റുകൾ പറന്നു വീഴുന്നത് നാട്ടുകാർക്ക് അപകട ഭീഷണിയാകുന്നു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇന്ദിരാഭവനു സമീപം അടച്ചിട്ട കെട്ടിടത്തിലെ മേൽക്കൂരയിലെ ഷീറ്റുകളാണ് അടർന്നു വീഴുന്ന നിലയിലുള്ളത്. മുൻപ് വഞ്ചിനാട് എന്ന പേരിൽ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. കെട്ടിടത്തിന്റെ 2ാം നിലയ്ക്ക് മുകളിൽ ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഇരുമ്പ് ഷീറ്റുകളാണ് പലപ്പോഴായി പറന്നു വീഴുന്നത്. കഴിഞ്ഞ ദിവസം ഷീറ്റ് വഴിയാത്രക്കാരന്റെ ദേഹത്ത് വീണിരുന്നു. ജനത്തിരക്കേറിയ പ്രദേശത്ത് ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയാണുള്ളത്. അപകട ഭീഷണി ഒഴിവാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഒരു പ്രവർത്തനം നിലച്ചിടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ഡ്രസ് വർക്ക് ചെയ്ത ഷീറ്റുകളാണ് എല്ലാം വിട്ട് ഇങ്ങനെ അപകടകരമായ രീതിയിൽ തൂങ്ങിക്കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് കാറ്റിലൊക്കെ പറമ്പിലൊക്കെ വീട് കിടക്കും. കുട്ടികളും അതുപോലെ തന്നെ വഴിയാത്രക്കാരൊക്കെ ഒരുപാട് പേര് കഴിയുന്നു. അപകടം സംഭവിച്ചതിന് ശേഷം മറുപടി എടുക്കുന്നതിനെക്കാളും നല്ലത് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടിട്ട് ആ ഷീറ്റുകളാണെന്ന് റിമൂവ് ചെയ്യാനുള്ളൊരു നടപടി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇത്തരം ഈ ഒരു പരിസരത്തൂടെ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള എനിക്ക് പറയാനുള്ളത്. നിസ്കരിക്കാൻ വന്ന ആളുടെ കഴുത്തിലേക്കാണ് ഷീറ്റ് വന്ന് പറന്ന് വീണത്. മടങ്ങി വന്ന് വീണതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. ജീവൻ പോലും പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് ഏത് നടപടി കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. TCV കൊടുങ്ങല്ലൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനം സജ്ജമാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ 16 ക്യാമ്പുകളിലായി 457 ആളുകളാണുള്ളത്. 6 ലക്ഷത്തോളം ആളുകളെ പാർപ്പിക്കാനുള്ള 4000 ക്യാമ്പുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിട്ടുള്ളത് KSEBക്കാണ്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്നും 29, 30 തീയതികളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നുവെന്നാണ് പ്രാഥമിക വിവരമെന്നും മന്ത്രി വ്യക്തമാക്കി. പരക്കെ പെയ്ത മഴയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് മരങ്ങൾ കടപുഴകി വീഴുകയും അത് പലപ്പോഴും വിവിധങ്ങളായിട്ടുള്ള വീടുകളുടെ മീതെ വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള സ്ഥിതി കാണാനുണ്ട്. പ്രാഥമികമായിട്ടുള്ള കണക്കുകൾ വിലയിരുത്തുമ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന കണക്കാണ് ഇന്നലെ വൈകുന്നേരം വരെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ കണക്കുകൾ ഇനിയും വന്നു ചേരാനുണ്ട്. 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന വിവരമാണ് നമുക്ക് പ്രാഥമികമായി റവന്യൂവിന് ലഭ്യമായിട്ടുള്ള അറിവുകൾ വെച്ച് ബോധ്യപ്പെടുന്നത്. എന്നാൽ ഇന്നലെ രാത്രിയുടെ കണക്ക് കൂടി വരുമ്പോൾ
അത് കുറെ കൂടി വർദ്ധിക്കും എന്ന വിധത്തിലും കരുതുന്നുണ്ട്. നാശനഷ്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള പരിശോധനയും സ്വാഭാവികമായിട്ടും റവന്യൂവിലെ പരാതി ലഭ്യമാകണം, സ്ഥലം പരിശോധിക്കണം, തുടർന്ന് LSTDയുടെ എഞ്ചിനീയർമാർ നഷ്ടപരിഹാരം നിശ്ചയിക്കണം. ആ നടപടിക്രമങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി പഴവൂർ ഇടക്കുന്നിയിൽ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എരുമപ്പെട്ടി മേഖലയിൽ നിന്നുള്ള എളുപ്പമാർഗമാണ് ഇത്. പഴവൂർ ഇടക്കുന്നി വനാതിർത്തിയിലുള്ള മുളംകൂട്ടവും വലിയ പറങ്കിമാവുമാണ് റോഡിലേക്ക് കടപുഴകി വീണത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി റോഡ് ഗതാഗത യോഗ്യമാക്കി. നെല്ലുവായിൽ കനത്ത മഴയിൽ മരം വീണ് വീട് തകർന്നു. നെല്ലുവായി തെക്കുമുറിയിൽ ആർട്ടിസ്റ്റ് സദന്റെ വീടാണ് തകർന്നത്. ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടിനരികിൽ നിന്നിരുന്ന പ്ലാവ് കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വൈദ്യുതി ഉപകരണങ്ങൾക്കും ഗൃഹോപകരണങ്ങൾക്കും കേടുപാട് പറ്റി. കല്ലേറ്റുംകര പട്ടാളം റോഡിൽ കൂറ്റൻ തേക്ക് മരം കനത്ത കാറ്റിലും മഴയിലും കടപുഴകി വീണു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന മരമാണ് റോഡിന് കുറുകെ വൈദ്യുതി ലൈനുകൾക്ക് മുകളിലൂടെ വീണത്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് തേക്ക് മരത്തിനടിയിൽ കുടുങ്ങുകയും ചെയ്തു. കണ്ണംകുന്നി വർഗീസിന്റെ ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടിയിൽ വീണ്ടും മിന്നൽ ചുഴലി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മിന്നൽ ചുഴലി വീശിയത്. മിന്നൽ ചുഴലിയിൽ കാർഷിക വിളകൾക്ക് നാശം സംഭവിച്ചു. പോട്ട പനമ്പിള്ളി കൗതുക പാർക്കിനടുത്ത് പുത്തൻചിറക്കാരൻ ജോർജിന്റെ 30 സെന്റ് കൃഷിയിടത്തിലെ ജാതി, കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ ഭാഗികമായും നിലം പൊത്തി. കാറ്റിലും മഴയിലും വടക്കാഞ്ചേരി മേഖലയിൽ വ്യാപക നാശനഷ്ടം. എങ്കക്കാട് മരം വീണ് വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. എങ്കക്കാട് പയറ്റുശാലയിൽ സേതുമാധവന്റെ വീടിന് മുകളിലേക്കാണ് തൊട്ടടുത്ത പറമ്പിലെ പുളിമരം കടപുഴകി വീണത്. വീടിന്റെ മുകളിലെ 2000 സ്ക്വയർ ഫീറ്റ് ടെറസ് പൂർണ്ണമായും തകർന്നു. വീടിന്റെ ടെറസിനും കേടുപാടുകൾ സംഭവിച്ചു. വടക്കാഞ്ചേരി മേഖലയിൽ മരക്കൊമ്പുകൾ വീണ് വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അകമല, കുഴിയോട് പ്രദേശങ്ങളിലും കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു. മംഗലം, ചോറ്റുപാറ, വാളൻകുന്ന് ഭാഗത്തും മരങ്ങൾ വീണ് വീടുകൾ തകർന്നു. വാളൻകുന്ന് ചങ്ങനാതുണ്ടത്തിൽ ജോഷിയുടെ വീടിന്റെ അടുക്കള തകർന്നു. മറ്റത്തൂർ കടമ്പോട് കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. കടമ്പോട് പാറയിൽ മേരി പാപ്പച്ചന്റെ ഓടിട്ട വീടാണ് ഭാഗികമായി തകർന്നത്. വീടിന് സമീപം നിന്നിരുന്ന റബ്ബർ മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. മേൽക്കൂരയിലെ ഓടുകളും കഴുക്കോലുകളും തകർന്നു വീണു. പഞ്ചായത്ത് അംഗം സുമിത ഗിരീഷും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ചന്ദ്രാപിന്നിയിൽ കനത്ത കാറ്റിലും മഴയിലും മരം വീണ് വീടിന് നാശനഷ്ടം. എടത്തുരുത്തി 11-ാം വാർഡ് ചന്ദ്രാപിന്നി SN വിദ്യാഭവന് കിഴക്ക് വശം മണ്ടത്തറ ബിജുവിന്റെ വീടാണ് തകർന്നത്. രാത്രിയിലുണ്ടായ കനത്ത കാറ്റിലാണ് പറമ്പിലെ മാവ് വീടിന് മുകളിലേക്ക് വീണത്. വീടിന്റെ ഓടിട്ട ഭാഗം പൂർണ്ണമായും തകർന്നു. ചുമരിനും വിള്ളൽ വീണിട്ടുണ്ട്. കനത്ത കാറ്റിൽ ചന്ദ്രാപിന്നി മാരാത്ത് മദൻ മോഹന്റെ വീട്ടുപറമ്പിലെ മരങ്ങൾ മറിഞ്ഞു വീണു. വൈദ്യുതി ലൈനും തകരാറിലായിട്ടുണ്ട്. പലയിടത്തും മരങ്ങൾ വീണ് വൈദ്യുത പോസ്റ്റുകളും ലൈനുകളും തകർന്നു. 2 ദിവസമായി മേഖലയിലെ വൈദ്യുതി വിതരണം തകരാറിലായിരിക്കുകയാണ്. ശക്തമായ കാറ്റിലും മഴയിലും പുതുക്കാട് മേഖലയിൽ വ്യാപക നാശനഷ്ടം. പുതുക്കാട് കാഞ്ഞൂരിൽ കരുമത്തിൽ റോയിയുടെ വീടിന് മുകളിൽ തെങ്ങ് വീണ് വീട് തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പള്ളിക്കുന്ന് തൈവളപ്പിൽ ഷാജേഷിന്റെ വീടിന് മുകളിൽ റബ്ബർ മരങ്ങൾ കടപുഴകി വീണ് വീടിന്റെ ട്രസ് തകർന്നു. കല്ലൂർ ആദൂരിൽ കൊച്ചുവീട്ടിൽ ആഷിഖിന്റെ വീടിന് മുകളിൽ മരം വീണ് വീടിന് കേടുപാടുകൾ പറ്റി. ആദൂർ നമ്പാടൻ മേരിയുടെ വീട്ടുമതിൽ മരം വീണ് തകർന്നു. വരന്തരപ്പിള്ളി വേപ്പൂർ റോഡിൽ വട്ടക്കൊട്ടായിയിൽ മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട്
സബ്സ്റ്റേഷന്റെ കീഴിൽ വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണ് നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മേഖലയിൽ മണിക്കൂറുകളായി വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ട നിലയിലാണ്. മറ്റത്തൂരിൽ ഷെഡിന് മുകളിലേക്ക് സിമന്റ് കട്ട ശേഖരം ഇടിഞ്ഞു വീണ് കാർ ഭാഗികമായി തകർന്നു. 3 മുറി കല്ലമ്പി വീട്ടിൽ റോയിയുടെ കാറിനാണ് കേടുപറ്റിയത്. സമീപത്തെ ഹോളോ ബ്രിക്സ് കമ്പനിയുടെ മതിലിനോട് ചേർന്ന് സൂക്ഷിച്ചിരുന്ന സിമന്റ് കട്ടകളുടെ ശേഖരം മഴയിൽ സമീപത്തെ മതിലിന് മുകളിലേക്കും കാർ ഷെഡിന് മുകളിലേക്കും വീഴുകയായിരുന്നു. വാഹനാപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. മുണ്ടത്തിക്കോട് കോണിപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ ഭാര്യ 43 വയസ്സുള്ള ധന്യയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 8 മണിക്ക് മുണ്ടത്തിക്കോട് സ്റ്റാർ പൈപ്സിന് സമീപം വെച്ചാണ് അപകടം നടന്നത്. നടന്നു പോവുകയായിരുന്ന യുവതിയെ ട്രാവലർ ഇടിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കടവല്ലൂർ മുട്ടിപ്പാലം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തോട് നവീകരണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ആശങ്കയുമായി കർഷകർ. വർഷങ്ങളായി തോട്ടിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും എടുത്തുമാറ്റാത്തതാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. ജലസംഭരണശേഷി വീണ്ടെടുക്കുന്ന വിധത്തിൽ തോടിന്റെ ആഴം കൂട്ടാതെയാണ് ജോലികൾ പുരോഗമിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. 400 ഏക്കർ നെൽകൃഷിക്ക് പുതുപ്രതീക്ഷ നൽകുന്ന പദ്ധതി കർഷകരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു. 2 കോടി രൂപ ചെലവിട്ട് തണത്തറ മുതൽ മുട്ടിപ്പാലം വരെയുള്ള 1.15 കിലോമീറ്റർ തോട് ആഴവും വീതിയും കൂട്ടി നവീകരിക്കുകയും ഒറ്റപ്പിലാവ് മുട്ടിപ്പാലം പൊളിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജായി പുനർനിർമ്മിക്കുന്നതാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി 3 ആഴ്ച മുൻപാണ് തോട്ടിൽ യന്ത്രങ്ങൾ ഇറക്കിയത്. തോടിന്റെ ഉപരിതലത്തിലുള്ള മണ്ണ് നീക്കം ചെയ്യുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളതെന്നാണ് കർഷകരുടെ ആരോപണം. വർഷങ്ങളായി തോട്ടിൽ അടിഞ്ഞുകൂടിയ ചെളിയും മണ്ണും എടുത്തുമാറ്റി ആഴം കൂട്ടിയാൽ മാത്രമേ തോട്ടിൽ കൂടുതൽ ജലം സംഭരിക്കാൻ സാധിക്കൂവെന്ന് പറഞ്ഞു. കർഷകർ തങ്ങളുടെ ആശങ്ക ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നിലവിലെ ആഴം പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ എത്തുമെന്ന് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കടവല്ലൂർ പഞ്ചായത്ത് അംഗം ഫസലൂർ റഹ്മാൻ പറഞ്ഞു. മുട്ടിപ്പാലം പൊളിച്ചുമാറ്റി തണത്തറ മുതൽ ഇതുവരെയുള്ള തോട് നവീകരണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. മഴ കനത്തതോടെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല. ഒറ്റപ്പിലാവിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികൾ ചാലിശ്ശേരി സ്കൂളിലേക്ക് ഇതുവഴിയാണ് പോകാറുള്ളത്. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ താൽക്കാലിക പാലം വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. UDF ഘടകകക്ഷിയാക്കിയില്ലെങ്കിൽ PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ്. 2 ദിവസത്തിനകം തീരുമാനം അറിയിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി വ്യക്തമാക്കിയ PV അൻവർ വൈകാതെ മുസ്ലിം ലീഗ് നേതാക്കളെ കാണും. കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ വെച്ചാകും കൂടിക്കാഴ്ചയെന്നാണ് സൂചന. പരസ്യ പ്രതികരണത്തിനില്ലെന്ന് അൻവർ വ്യക്തമാക്കി. നിലമ്പൂരിൽ UDF പ്രചാരണം ഇന്ന് ആരംഭിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ പ്രചാരണത്തിൽ മുന്നിലെത്താനാണ് UDFന്റെ നീക്കം. അതേസമയം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിനായി ഇടതുമുന്നണിയിലും ചർച്ചകൾ ഊർജിതമായി. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണോ, പുറത്തുള്ള വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കണോ എന്നതിൽ പാർട്ടിയിൽ ആശയക്കുഴപ്പമുണ്ട്. PV അൻവറിന്റെ നീക്കങ്ങളും നിർണായകമാണ്. പഴയന്നൂർ കർഷക സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസുകാർ ചേരിതിരിഞ്ഞു മത്സരിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും ബാങ്ക് ഭരണസമിതി അംഗവുമായ പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ ബാങ്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായിരുന്ന VK ശ്രീകുമാർ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഭരണസമിതിയിലെ ചേരിപ്പോരിനെ തുടർന്ന് ബാങ്ക് വൈസ് പ്രസിഡന്റായിരുന്ന C ശ്രീകുമാറും PK മുരളീധരനും മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകുകയായിരുന്നു. 12 അംഗ ഭരണസമിതിയിലെ 11 പേർ വോട്ട് ചെയ്തു. ഭരണസമിതി അംഗമായിരുന്ന TR അയ്യപ്പന്റെ നിര്യാണത്തെ തുടർന്ന് ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം 11 പേരിലേക്ക് ചുരുങ്ങിയത്. വോട്ട് രേഖപ്പെടുത്തിയ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായി. തുടർന്ന് 5 വീതം വോട്ടുകളാണ് ഇരുവരും നേടിയത്. തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തഞ്ചിറ റോഡ് ഉദ്ഘാടനം K രാധാകൃഷ്ണൻ നിർവഹിച്ചു. നബാർഡിന്റെ 5.6 കോടി രൂപ ചിലവഴിച്ചാണ് 3.430 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ,
ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിനുശേഷം അതുകൊണ്ട് ഒരുപാട് സംസാരിക്കാൻ നമ്മുടെ കുന്നംകുളം മണ്ഡലത്തിൻ്റെ വിവിധ റോഡുകൾ ഉന്നത നിലവാരം പുലർത്തുന്നതാണ് എന്നവരെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായിട്ട് കരിവന്നൂർ സഹകരണ ബാങ്ക് പണം തട്ടിപ്പു കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ED പ്രതി ചേർത്ത AC മൊയ്തീൻ MLA-യും K രാധാകൃഷ്ണൻ MP-യും ഔദ്യോഗിക സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PS സുനീഷ് നിർവഹിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. ചന്ദ്രപ്രകാശ് ഇടമന, NK കബീർ, K ഗോവിന്ദൻകുട്ടി, MA ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫുട്ബോൾ ടൂർണമെന്റിലൂടെ ലഭിച്ച തുക കൊണ്ട് 300ഓളം വിദ്യാർത്ഥികൾക്ക് എടത്തുരുത്തി പല്ല ഫ്രണ്ട്സ് ക്ലബ്ബ് സൗജന്യമായി നോട്ട്ബുക്കുകൾ വിതരണം ചെയ്തു. ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് കമ്മീഷണർ CP സാലിഹ് ഉദ്ഘാടനം ചെയ്തു. ഫ്രണ്ട്സ് ക്ലബ്ബ് ചെയർമാൻ ഷെമീർ എളേടത്ത് അധ്യക്ഷത വഹിച്ചു. ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരായ അൻസാർ, ഫെബിൻ, ഫ്രണ്ട്സ് ക്ലബ്ബ് കൺവീനർ സുജിത്ത് വടശ്ശേരി, വാർഡംഗം PH ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ നെഹ്റു അനുസ്മരണവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവനയുടെ അധ്യക്ഷത വഹിച്ചു. കരിവന്നൂർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികളായ MLA AC മൊയ്തീനും MP രാധാകൃഷ്ണനും സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പുന്നംപറമ്പ് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് അസംബ്ലി വൈസ് പ്രസിഡന്റ് അഖിൽ P സാമുവൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമ്മാട്ടിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PJ രാജു, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട്, KSU ജില്ലാ ജനറൽ സെക്രട്ടറി അഹ്സാൻ ഷെയ്ഖ്, VA ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയുടെ മഹിതമായ പാരമ്പര്യം ഇല്ലാതാക്കി ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെ 61ാം ചരമവാർഷിക ദിനത്തിൽ NCPS ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നെഹ്റു സ്മൃതി സദസ്സ് അയ്യന്തോൾ കോസ്റ്റ് ഫോർഡ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവഭാരത ശില്പിയായ ജവഹർലാൽ നെഹ്റുവിനെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെയും മുഴുവൻ പിഴുതെറിയുവാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. NCPS ജില്ലാ പ്രസിഡന്റ് CL ജോയ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത് മുഖ്യപ്രഭാഷണം നടത്തി. NMC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M പത്മിനി, സംസ്ഥാന നിർവാഹക സമിതി അംഗം EA ദിനമണി, NBC സംസ്ഥാന പ്രസിഡന്റ് CR സജിത്ത്, ജില്ലാ സെക്രട്ടറി TG സുന്ദർലാൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ പുല്ലഴി ഡിവിഷനിലെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ നിന്നും 100 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പൊതുപ്രവർത്തകരായ വിനോദ് പുല്ലഴി, മുൻ ഡിവിഷൻ കൗൺസിലർ രജനി വിജു, ജിഷ സന്തോഷ്, ബിന്ദു ആൻഡോ തുടങ്ങിയവർ നേതൃത്വം നൽകി. തകർന്നു കിടക്കുന്ന വാടാനപ്പള്ളി തൃത്തല്ലൂർ മീൻചന്ത റോഡും പാലവും ഗതാഗത യോഗ്യമാക്കണമെന്ന് ജനകീയ സംരക്ഷണ സമിതി പ്രവർത്തക യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 2 വർഷത്തിലധികമായി റോഡും പാലവും തകർന്ന് ജനങ്ങളുടെ യാത്ര ദുരിതപൂർണമായിട്ടും പരാതി നൽകിയ പഞ്ചായത്ത് അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും യോഗം കുറ്റപ്പെടുത്തി. സമിതി കൺവീനർ ഖാദർ ചേലോട് അധ്യക്ഷത വഹിച്ചു.
കെ ഭാസ്കരൻ നായർ, ജയതിലകൻ ചാളിപ്പാട്ട്, RI സെയ്ദ് മുഹമ്മദ്, ആനന്ദൻ തേറമ്പിൽ, ജോർജ് PK തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,990 രൂപ, പവന് 71,920 രൂപ, വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,728 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേരുംകുഴി മുരിക്കുംകുണ്ടിൽ കുളത്തിൽ വീണ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. 10 വയസ്സുള്ള സരുണാണ് മരിച്ചത്. ഒരാളെ രക്ഷപ്പെടുത്തി. മഴക്കെടുതി തുടരുന്നു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. ട്രാക്കിൽ മരം വീണതിനെ തുടർന്ന് ട്രെയിനുകൾ വൈകിയോടുന്നു. സംസ്ഥാനത്ത് വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കനത്ത കാറ്റിന് സാധ്യതയെന്ന് റവന്യൂ മന്ത്രി K രാജൻ. 4000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയതായി മന്ത്രി പറഞ്ഞു. ശക്തമായ കാറ്റിൽ ജില്ലയിൽ പരക്കെ നാശം. എരുമപ്പെട്ടി മേഖലയിൽ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണു. നെല്ലുവായിൽ മരം വീണ് വീട് തകർന്നു. കല്ലേറ്റുങ്കര പട്ടാളം റോഡിൽ കൂറ്റൻ തേക്ക് മരം കടപുഴകി വീണു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.